കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുവിന്റെ അസുഖവും ചികിത്സയുടെ ലക്ഷണങ്ങളും ചെലവാക്കുന്നതിന്റെ വാദവും നുണയാണെന്ന തരത്തിൽ പ്രചരിക്കുകയും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരിൽ ചിലർ രേണുവിനെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കപ്പെട്ട ഫേസ്ബുക്ക് യൂസേഴ്സിൽ ഒരാളായ അനു ചന്ദ്രന്റെ അഭിപ്രായം കുറിപ്പായി സോഷ്യൽ മീഡിയ വഴി വലിയ രൂപത്തിൽ വിമർശനവും നേടി. ക്യാൻസർ രോഗം പോലുള്ള രോഗം നേരിടുന്നവരോട് കുറെ കൂടി ഉത്തരവാദിത്വം കാണിക്കണം. മനുഷ്യരെന്നും അതാണ് മിനിമം മര്യാദയും ചെയ്യേണ്ടത് എന്ന് ചന്തു പറയുന്നു. കുറിപ്പിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: രേണുസുതിയുമായി ബന്ധപ്പെട്ട ക്യാൻസർ വിവാദങ്ങളെല്ലാം കാണുകയായിരുന്നു. എന്തൊക്കെ യൂട്യൂബേഴ്സിൽ നിന്നും ഈ രേണുവിന് ക്യാൻസർ ഇല്ല, രേണു കീമോ തട്ടിപ്പാണ് എന്നൊക്കെ സമർത്ഥമായി ശ്രമിക്കാൻ വരുത്താൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതിനായി ഒരു തെളിവ് പോലെ ക്യാൻസർ ചികിത്സ തേടുന്ന, കീമോ ചെയ്യുന്ന ഏതൊക്കെയോ രോഗിയുടെ വോയിസ് മെസ്സേജും ഇവർ ഒപ്പിയെടുക്കുന്നുണ്ട്. അതിൽ പല രോഗികളും പറയുന്നുണ്ട് അവർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ കിട്ടിയെന്നും അതുകൊണ്ട് രേണുവിന്റെ ചികിത്സയ്ക്ക് 2 ലക്ഷം വേണ്ടി വന്നു എന്നൊക്കെ രേണു പറയുന്നത് തട്ടിപ്പാണ് എന്നെല്ലാം. ഒരു രോഗിയുടെ ചികിത്സാ ചെലവിനെ മറ്റു രോഗിയുടെ ചികിത്സാ ചെലവുമായി താരതമ്യം ചെയ്ത് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ക്യാൻസർ ഇല്ല എന്ന നിഗമനത്തിലേക്ക് എത്താൻ ഇവർക്ക് ആവുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് ശരിക്കും അത്ഭുതപ്പെടുകയാണ്. കാരണം ക്യാൻസർ ചികിത്സ ആശ്രയിക്കുന്നത് പല തരത്തിലുമാണ്. ക്യാൻസറിന്റെ തരം, സ്റ്റേജ്, ഉപയോഗിക്കുന്ന കീമോ, മരുന്നുകൾ എന്നിവയെല്ലാം പലതിനെയും ആശ്രയിച്ചാണ് ആ ചിലവുകളെല്ലാം താരതമ്യേന മാറിയും മറിഞ്ഞുമല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രോഗിയുടെ വോയിസ് മെസ്സേജ് മാത്രം കേട്ട് മറ്റൊരാളുടെ ചികിത്സ തട്ടിപ്പാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എന്റെ അറിവ്. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ യൂട്യൂബേഴ്സ് കാണിക്കുന്നതൊക്കെ ശരിക്കും മോശം പരിപാടിയല്ലേ? ഒരു ക്യാൻസർ രോഗിയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗം പൊറുതി വരുന്ന ഒരു മനുഷ്യ സഹജമായ സഹാനുഭൂതിയും ഉത്തരവാദിത്വം കാണിക്കേണ്ട മര്യാദയെങ്കിലും നമുക്കില്ലേ? അല്ലാതെ അവരിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോക്കൂ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരിടുന്നവരോട് കുറെ കൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് നമ്മൾ. അതാണ് മിനിമം മര്യാദ എന്നുമാണ് കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. രേണുവിന്റെ രോഗാവസ്ഥയും വിമർശനവും വെറുപ്പും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് എന്നും കുറിപ്പിനെ അനുകൂലിച്ച് ചിലർ പറയുന്നുണ്ട്. സത്യത്തിൽ രേണുവിനെ എന്താണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത്. ഒരു സ്ത്രീക്ക് ഇത്രയും വെറുപ്പ്, അതും രോഗാവസ്ഥയിലായിട്ട് പോലും. ഇവർ ഒരു ദ്രോഹവും ആരോടും ചെയ്തതായി തോന്നിയിട്ടുമില്ല. അവരുടെ ലൈഫ് അവർ ജീവിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിന് ലോകത്തെ എല്ലാവരും അത്രയും വെറുപ്പ് ആളുകൾ അവരോട് എന്തിനാണ് കാണിക്കുന്നത്? ആദ്യമായിട്ടാണ് ഒരാൾ ജീവിക്കാൻ പോരാടുന്നത് ഇത്രയും എതിർപ്പ് മറ്റുള്ളവർ കാണിക്കുന്നത് കാണുന്നത്. ഇത്രയുമൊക്കെ കേട്ടിട്ടും ദ്രോഹിക്കപ്പെട്ടിട്ടും അവർ പിടിച്ചു നിൽക്കുന്നില്ലേ? രേണു ശരിക്കും ഉരുക്കു വനിത തന്നെയാണ് എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ആളുകൾ അവർ ഇല്ലാതിരിക്കാൻ ആശ്രയിക്കുകയാണ്. എന്തുവരെ മനുഷ്യരാണ് ഇവർ? യൂട്യൂബ് കൊണ്ട് വിയർക്കാതെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. മറ്റാളുകളുടെ സ്വകാര്യത വിട്ടു തിന്നുന്ന ഇവർക്കൊക്കെ പൂട്ടാൻ സർക്കാർ എങ്ങനെയാണ് നിയമം കൊണ്ടുവരണം എന്നെങ്ങനെയെല്ലാം കുറിപ്പിന്റെ ഒരുപാട് പേർ വിമർശിച്ച് പറയുകയാണ്. എന്നാൽ ഇതിനെ അനുകൂലിച്ചും ഒരുപാട് പേര് പറയുന്നുണ്ട്. രേണുസുതിയുടെ അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.